ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദി ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ്. മോഡേൺ സൈക്കോളജി പഠിപ്പിക്കുന്ന അതിമനോഹരമായ ഒരു കൺസെപ്റ്റാണിത്. ഇസ്ലാം പറയുന്നതും അത് തന്നെയാണ്, നന്ദിയുള്ളവരാവുക. നമ്മുടെ ഓരോ നിമിഷത്തിലും ജീവിതത്തിന്റെ ഓരോ ദിവസവും നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയാണ്. വല്ലപ്പോഴും അതൊന്ന് എണ്ണിക്കണക്കാക്കാൻ, ആ ബ്ലെസ്സിങ്സിനെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയിട്ടുണ്ടോ? അതൊന്ന് എഴുതി തിട്ടപ്പെടുത്തുവാൻ നാം ശ്രമിച്ചാൽ സാധിക്കുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ. അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ എണ്ണിക്കണക്കാക്കുവാൻ പോലും നിങ്ങൾക്ക് സാധിക്കുകയില്ല. അനുഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും അധികരിപ്പിക്കുന്നതിന് വേണ്ടി ഒരൊറ്റ കാര്യം മാത്രമാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിമിലെ 7-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നു, ലൈൻ ശകർത്തും ല അസീദന്നക്കും. നിങ്ങൾ അള്ളാഹുവിന് കൂടുതൽ നന്ദി കാണിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ അവൻ വീണ്ടും അധികരിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹങ്ങൾ അനുഭവിക്കാനുള്ളതാണ്. പക്ഷെ ഒന്ന് നാം ഓർക്കണം, അതിന് നന്ദി കാണിക്കുക, ശുക്ർ. അള്ളാഹു അത് മാത്രമാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഓരോ ബ്ലെസ്സിങ്സും അനുഭവിക്കുമ്പോൾ അതിനോട് നന്ദി കാണിക്കുന്നവരായി മാറുക. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദി ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ്. മോഡേൺ സൈക്കോളജി പഠിപ്പിക്കുന്ന അതിമനോഹരമായ ഒരു കൺസെപ്റ്റാണിത്. ഇസ്ലാം പറയുന്നതും അത് തന്നെയാണ്, നന്ദിയുള്ളവരാവുക. നമ്മുടെ ഓരോ നിമിഷത്തിലും ജീവിതത്തിന്റെ ഓരോ ദിവസവും നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയാണ്. വല്ലപ്പോഴും അതൊന്ന് എണ്ണിക്കണക്കാക്കാൻ, ആ ബ്ലെസ്സിങ്സിനെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയിട്ടുണ്ടോ? അതൊന്ന് എഴുതി തിട്ടപ്പെടുത്തുവാൻ നാം ശ്രമിച്ചാൽ സാധിക്കുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ. അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ എണ്ണിക്കണക്കാക്കുവാൻ പോലും നിങ്ങൾക്ക് സാധിക്കുകയില്ല. അനുഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും അധികരിപ്പിക്കുന്നതിന് വേണ്ടി ഒരൊറ്റ കാര്യം മാത്രമാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിമിലെ 7-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നു, ലൈൻ ശകർത്തും ല അസീദന്നക്കും. നിങ്ങൾ അള്ളാഹുവിന് കൂടുതൽ നന്ദി കാണിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ അവൻ വീണ്ടും അധികരിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹങ്ങൾ അനുഭവിക്കാനുള്ളതാണ്. പക്ഷെ ഒന്ന് നാം ഓർക്കണം, അതിന് നന്ദി കാണിക്കുക, ശുക്ർ. അള്ളാഹു അത് മാത്രമാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഓരോ ബ്ലെസ്സിങ്സും അനുഭവിക്കുമ്പോൾ അതിനോട് നന്ദി കാണിക്കുന്നവരായി മാറുക.